അരുണാചലിൽ നവീൻ തോമസ്, ഭാര്യ ദേവി, ഇവരുടെ സുഹൃത്ത് ആര്യ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പുറത്തുവന്നത് മഞ്ഞുമലയുടെ അഗ്രം മാത്രം. അമ്പരപ്പും ഞെട്ടലുമുണ്ടാക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസം പിന്നിടുമ്പോഴും പുറത്തുവരുന്നത്. വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരുടെ മരണത്തിന് കാരണം അന്ധവിശ്വാസമാണെന്ന വിവരമാണ് ഏറെ അമ്പരപ്പുണ്ടാക്കുന്നത്. നവീനും ദേവിയും വൈദ്യശാസ്ത്ര ബിരുദധാരികളാണെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഏപ്രിൽ 2-നാണ് കോട്ടയം മീനടം സ്വദേശിയായ നവീൻ തോമസ്, ഭാര്യ തിരുവനന്തപുരം സ്വദേശിനി ദേവി മാധവൻ, ഇവരുടെ സുഹൃത്ത് തിരുവനന്തപുരം സ്വദേശിനി ആര്യ നായർ എന്നിവരെ അരുണാചലിലെ ഒരു ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ ഹോട്ടൽ മുറിയിൽ നിന്ന് കണ്ടെടുക്കുമ്പോൾ മൂവരുടെയും കൈത്തണ്ട മുറിച്ച നിലയിലായിരുന്നു. മൂവരും മന്ത്രവാദത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ സംശയം ബലപ്പെടുത്തുന്ന കൂടുതൽ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നവീന്റെ കാറിൽ നിന്ന് പ്രത്യേക തരത്തിലുള്ള കല്ലുകളും ചിത്രങ്ങളുമാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. നേരത്തെ പോലീസ് വീണ്ടെടുത്ത ഇമെയിൽ സന്ദേശത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള കല്ലുകളാണിതെന്ന നിഗമനത്തിലാണ് പോലീസ്. ഡോൺ ബോസ്കോ എന്ന വിലാസത്തിൽ നിന്ന് ആര്യയ്ക്ക് വന്ന സന്ദേശങ്ങളിൽ ഒരു കല്ലിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പണത്തിനായി ആര്യയുടെ ആഭരണങ്ങൾ വിറ്റെന്നും സംശയമുണ്ട്. കാരണം മൃതദേഹത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നില്ല. ശരീരത്തിൽ മുറിവുണ്ടാക്കാൻ ഉപയോഗിച്ച 3 സ്റ്റെയിൻലെസ് സ്റ്റീൽ റേസർ ബ്ലേഡുകളും കണ്ടെടുത്തിട്ടുണ്ട്. വെവ്വേറെ ബ്ലേഡുകൾ ഉപയോഗിച്ചാണ് മുറിവുണ്ടാക്കിയിരിക്കുന്നത്. ദേവിയും ആര്യയും കറുത്ത കല്ല് പതിച്ച വളകൾ ധരിച്ചിരുന്നു. ഇവയൊക്കെയാണ് മന്ത്രവാദത്തിന്റെ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നത്. മാത്രമല്ല, ഒരു ആരാധനാലയത്തിൽ ചേരാൻ നവീൻ പ്രേരിപ്പിച്ചെന്ന ആര്യയുടെ കുടുംബത്തിന്റെ മൊഴിയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതും മന്ത്രവാദ സംശയം ബലപ്പെടുത്തുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് കേരള പോലീസിന്റെ പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. മൂവരും താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളടക്കം അരുണാചൽ പോലീസ് ശേഖരിച്ച് പരിശോധിക്കുന്നുണ്ട്. നവീന്റെ കാറിന്റെ താക്കോൽ, മൂവരും ഒപ്പിട്ട ആത്മഹത്യാക്കുറിപ്പ്, ജീവിതം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തെക്കുറിച്ച് അമ്മയെ അറിയിക്കുന്ന നവീന്റെ വികാരനിർഭരമായ കുറിപ്പ് എന്നിവയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, മുറിയിൽ നിന്ന് 2 ഫോണുകളും ലാപ്ടോപ്പും കണ്ടെടുത്തിട്ടുണ്ട്. നിലവിൽ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. സംഭവത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനിടെ നവീൻ തോമസിന്റെ മീനടം നെടുമ്പൊയ്കയിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. വട്ടിയൂർക്കാവ് പോലീസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ആര്യയുടെ വിവാഹം നിശ്ചയിച്ചതോടെയാണ് മൂവരും മരിക്കാൻ തീരുമാനിച്ചതെന്നും സൂചനയുണ്ട്. ആര്യയുടെ വിവാഹം അടുത്ത മാസം 7-ന് നടത്താനാണ് നിശ്ചയിച്ചിരുന്നത്. ആര്യയെ 27 മുതൽ കാണാനില്ലെന്ന് പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ശ്രീകാര്യത്തെ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായിരുന്നു ആര്യ. ദേവി മുൻപ് ഇവിടെ അധ്യാപികയായി ജോലി ചെയ്തിരുന്നു. മാർച്ച് 27-നാണ് മൂവരും അരുണാചലിലേക്ക് പോയത്. അരുണാചലിന്റെ തലസ്ഥാനമായ ഇറ്റാനഗറിൽ നിന്ന് 100 കിലോമീറ്റർ മാറി സിറോയിലെ ഹോട്ടലിലാണ് മുറിയെടുത്തത്. ആദ്യ ദിവസങ്ങളിൽ റെസ്റ്റോറൻറ്റിലെത്തി ആഹാരം കഴിച്ച ഇവരെ പിന്നീട് പുറത്ത് കാണാതിരുന്നതോടെ ഹോട്ടൽ ജീവനക്കാർ അന്വേഷിച്ചു ചെല്ലുകയായിരുന്നു. മുറിയിൽ ആര്യ കട്ടിലിലും ദേവി നിലത്തും കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ മരിച്ചു കിടക്കുകയായിരുന്നു. നവീന്റെ മൃതദേഹം ശുചിമുറിയിലായിരുന്നു. ദേഹമാസകലം വ്യത്യസ്ത തരത്തിലുള്ള മുറിവുകളുണ്ടാക്കി രക്തം വാർന്നാണ് മൂവരുടെയും മരണം.